ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. ഈസിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിലും മുടി കളിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടിരുന്നൊന്ന് കുതിരണം. ഇതവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഇട്ടത്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ആറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റാഗി പൗഡർ കുറുക്കിയത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4-5 വാൽനട്ട് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 5-6 ബദാം പരിപ്പ് ഇട്ട് കൊടുത്തു. ഇത് കുറച്ച് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരയണമെന്നില്ല, കുട്ടികൾക്ക് കൂടെ ആയതുകൊണ്ടാണ് നട്ട്സും കൂടെ ഇട്ട് അടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. പാലിലിട്ട് വെച്ചിരുന്ന ചിയ സീഡ് ഒന്ന് കുതിർന്നിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഈ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്തിൽ ചേർത്ത് കഴിക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്, ക്രഞ്ചി പീനട്ട് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് തലേദിവസം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കഴിക്കാൻ നേരത്തെ നമ്മളൊന്ന് ഓവനകത്ത് വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം കഴിക്കുക. അപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. പീനട്ട് ബട്ടറൊക്കെ നല്ല സോഫ്റ്റ് ആകും അപ്പോഴത്തേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് നിറച്ച് പാലൊഴിക്കുകയാണ്. കാരണം ഈ ഓട്സൊക്കെ ഇനിയും കുതിരാനുണ്ടല്ലോ. ഇതെല്ലാം കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ടിരിക്കും. ഇത് ഞാനിനിയും അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതിലെ ഒരു ചെറിയ ബൗൾ കഴിച്ചാൽ മതി. വിശപ്പ് പെട്ടെന്ന് വരത്തില്ല, വയറിനും നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.